എടേ 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 ബി.ജെ.പി. നേതാക്കന്മാരെ, ഞങ്ങൾക്ക് കുറച്ചൊക്കെ റെസ്റ്റ് ഇതാ. നിങ്ങളുടെ തട്ടിപ്പുകളുടെ വാർത്ത ചെയ്ത് ഞങ്ങൾ മടുത്ത്. അയോധ്യയ്ക്ക് ശേഷം ബദ്രിനാഥിലും കൊള്ളയടി, മധ്യപ്രദേശിലെ ബാഗൽമുഖിയിൽ കൊള്ളയടി. ശശികല ടീച്ചർ ഉണരുന്നില്ല. ഹിന്ദു ഉണരൂ ഉണരൂ എന്ന് ഏറ്റവും പറയുന്ന അല്ലല്ല രാഹുൽജി, പുള്ളിക്കാരി ഉറങ്ങിക്കോട്ടെ. അതാ നമ്മുടെ സമൂഹത്തിന് നല്ലത്. ഉറങ്ങിക്കോട്ടെ പുള്ളിക്കാരി. തീർന്നില്ല കേട്ടോ, അടുത്ത് തരാം. സംസ്ഥാന ബി.ജെ.പിയിൽ സാമ്പത്തിക തിരിമറി നടത്തിയ നേതാക്കൾക്കെതിരെ നടപടി. സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ചുമതലയുള്ള സെക്രട്ടറി PM അഞ്ജന രഞ്ജിത്തിനെ ചുമതലയിൽ നിന്ന് നീക്കി. ഞാനല്ലാതെ വേറെ അടുത്തത് 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 അതെ, ചുരുക്കി പറഞ്ഞാലേ ഇപ്പോ ഈയിടെയായിട്ട് കേൾക്കുന്ന വാർത്തകളൊക്കെയും നമുക്കറിയാം. അയോധ്യയിലെ എത്രയോ കോടിക്കണക്കിന് രൂപ, അതുപോലെ 75-80 കിലോ വെള്ളി, സ്വർണം ഒക്കെ അവിടെയുള്ള ഭരണസമിതിയിലെ ആളുകളും അതുപോലെ തന്നെ ബി.ജെ.പി. RSS സംഘപരിവാരത്തിൽപ്പെട്ട ആളുകളും അവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന വാർത്തയാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. രണ്ടാമത്തത്, ഇപ്പോ ബദ്രിനാഥ് ക്ഷേത്രത്തിലും കൊള്ള നടന്നിരിക്കുന്നു. കോടിക്കണക്കിന് രൂപ അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതും ബി.ജെ.പി. RSS ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു. ഇപ്പൊ നമ്മുടെ കേരളത്തില് കഴിഞ്ഞ ഇലക്ഷനുമായി നടന്ന എത്രയോ കോടിയുടെ തട്ടിപ്പ്, അതായത് ബി.ജെ.പിയുടെ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത ഇലക്ഷൻ ഫണ്ട് ഇവിടെ ഉപയോഗിക്കാതെ അവരുടെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു. അതിൽ നിന്ന് കോടികൾ അടിച്ചു മാറ്റി എന്നൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞ ഇലക്ഷൻ ഉണ്ടായി. നമ്മുടെ സുരേന്ദ്രൻജി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ 400 കോടിയുടെ തട്ടിപ്പ് നടന്നല്ലോ. അതുപോലുള്ള കാര്യങ്ങളാണ് ഇതും എന്നാണ് തോന്നുന്നത്. ഇനി മറ്റു ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, E20 പെട്രോൾ കൊള്ള നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതായത് പച്ചയ്ക്ക് നമ്മുടെ നിയമം മൂലം നമ്മളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നതാണ് E20 പെട്രോൾ എന്ന് പറയുന്നത്. അതും ഒരു കൊള്ളയാണ്. കഴിഞ്ഞ E20 പെട്രോൾ നമുക്ക് നൽകിക്കൊണ്ട് 1.5 ലക്ഷം കോടി രൂപയാണ് നമ്മളിൽ നിന്നും എക്സ്ട്രാ ഈടാക്കി നിതിൻ ഗഡ്കരിയുടെ മക്കളും പിന്നെ നമുക്ക് എണ്ണ തരുന്ന കമ്പനികളും ഗവൺമെന്റുമായിട്ട് നമ്മളെ കൊള്ളയടിച്ചിരിക്കുന്നത്. അത് പകൽ കൊള്ള. അങ്ങനെ നിരവധി കൊള്ളയുടെ വാർത്തകളാണ്, തട്ടിപ്പിന്റെ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാന്, പ്രതിസ്ഥാനത്ത് എല്ലാം തന്നെ ബി.ജെ.പി. RSS സംഘപരിവാർ നേതാക്കളാണ്. അതുകൊണ്ട് കേസ് അവരെ വഴിക്കങ്ങ് പോകും. ഇപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഈ തട്ടിപ്പുകൾ ദയവായി നിങ്ങൾ അവസാനിപ്പിക്കണം. വേറെ കൊണ്ടല്ല, ഈ ക്ഷേത്രത്തിലെ മുതലെന്നൊക്കെ പറയുന്നതേ ഭക്തരായ ആളുകൾ അവർക്കൊണ്ട് നിക്ഷേപിക്കുന്ന, അവർ ദാനമായി നൽകുന്നതാണ്. ആ പണം പാവങ്ങൾക്ക് ഉപയോഗിക്കാനും ക്ഷേത്രത്തിന്റെ ആവശ്യങ്ങൾക്കും ഒക്കെയാണ് അവർ തരുന്നത്. അത് മൂടോടെ ഇങ്ങനെ കട്ടുകൊണ്ട് പോയെന്നത് ശരിയാണോ? അത് നിങ്ങളൊന്ന് അവസാനിപ്പിക്കും. ക്ഷേത്രങ്ങളിലേക്കുള്ള നിങ്ങൾ അവസാനിപ്പിക്കണം. ഓക്കെ. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഇലക്ഷൻ തട്ടിപ്പ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യം തന്നെയാണ്. അത് തട്ടിച്ചോളൂ, പക്ഷെ കുറച്ച് എമൗണ്ട് എടുക്കാൻ പാടുള്ളൂ. ഒരുപാടൊന്നും എടുക്കരുത്. അതായത് ഒരു 100 കോടി 200 കോടിയൊക്കെ വന്നാൽ ഒരു 150 കോടിയെങ്കിലും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെലവാക്കണം. എനിക്ക് തോന്നുന്നതേ ഈ പൈസ കൈകാര്യം ചെയ്യുന്നവർക്ക് അന്നേ മനസ്സിലായി കാണും. കാര്യം ഒരു 30 MLA-ക്ക് വേണ്ടി ശ്രമിച്ചിട്ട് 3 പേരല്ലേ കിട്ടിയുള്ളൂ. ആ 3 പേരെ കിട്ടത്തുള്ളൂ എന്ന് കരുതിക്കൊണ്ട് വെറുതെ എന്തിനായി വാരിക്കോരി പോസ്റ്റ് അടിക്കാനും ഫ്ലക്സ് ഒട്ടിക്കാനും പൈസ ചെലവാക്കുന്നത്? ആ പൈസ ഞങ്ങളെ പോക്കറ്റ് ഞങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് പറഞ്ഞ് എടുത്തതായിരിക്കാം. പക്ഷെ അത് എടുത്തോളൂ. പക്ഷെ അങ്ങനെ എടുക്കുവാണെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുക്കാൻ പാടുള്ളൂ. ഒരു 200 കോടിയൊക്കെ വന്നാൽ ഒരു 10 കോടിയൊക്കെ എടുത്തിട്ട് ബാക്കിയെ കൊടുക്കണമെന്നേ. ഈ ഇലക്ഷൻ കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ, അവർക്ക് കൊടുത്തേക്കണമായിരുന്നു. അതും നിങ്ങൾ കൊടുത്തില്ല, അതിലും തട്ടിയെടുത്തു. അതുപോലെ തന്നെ പല ക്ഷേത്രങ്ങളിൽ നടത്തുന്ന കൊള്ള അത് അവസാനിപ്പിക്കുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, E20 പെട്രോൾ അത് ഇത്തിരി കട്ടിയാണ് കേട്ടോ. കാരണം അതൊരു പകൽ കൊള്ളയാണ്. ചോദിക്കാനും പറയാനും ആരില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പോകും, കുഴപ്പമില്ല. അപ്പൊ E20 ആയി, ഇനി E30 ഒക്കെ വരാൻ പോകുന്നു. അപ്പോ നമ്മളിൽ നിന്നും പകൽ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 1.5 ലക്ഷം കോടി രൂപയാണ് നമ്മളിൽ നിന്നും പിടിച്ചുപറിച്ച്, നമ്മളെ പറ്റിച്ചുകൊണ്ട്, നമ്മുടെ മൈലേജ് കുറച്ചുകൊണ്ട്, നമ്മളെ വണ്ടി കംപ്ലൈന്റ് ആക്കിക്കൊണ്ട് 1.5 ലക്ഷം കോടിയാണ് കേന്ദ്ര ഗവൺമെന്റ് നിതിൻ ഗഡ്കരിയുടെ മക്കൾക്കും അതുപോലെ പെട്രോൾ തരുന്ന കമ്പനികൾക്കും എത്തനോൾ കമ്പനിക്കും സർക്കാരും കൂടി നമ്മളിൽ നിന്ന് പിഴിഞ്ഞെടുത്തത്. അങ്ങനെ ഒരുപാട് കൊള്ളകൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ അവസാനിപ്പിക്കാൻ എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇത് നടക്കാത്തതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ പറയാനേ പറ്റുന്നുള്ളൂ. നടക്കട്ടെ.